സ്പേസ് എക്സ് ക്രൂ 10 വിക്ഷേപണം വിജയകരം. ഇന്ത്യൻ സമയം പുലർച്ചെ 4:33 ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും ഫാൽക്കൺ 9 റോക്കറ്റിൽ വിക്ഷേപണം പൂർത്തിയായത്. 6, 5, 4, 3, 2, 1. Ignition and liftoff. Go SpaceX, go NASA Crew 10. Copy 1 Alpha. And liftoff of Crew 10 now Vehicle soaring to the pitching International downrange. Space Station. Minus 10, 8, 7, 6, 5, 4, ഇപ്പോൾ ഡ്രാഗൺ പേടകം 1. ഫാൽക്കൺ റോക്കറ്റിൽ നിന്നും വേർപെട്ടിട്ടുണ്ട്. Go NASA Crew 10. 10-15 seconds is what we're expecting. And we're preparing for stabilizing the second stage so that we can have a smooth separation. And there you can see on the left-hand side of your screen. The crowd is going wild. There on your screen you can see that Dragon separation, that second stage making its way. And Dragon is now flying free. വിക്ഷേപണത്തിന് ശേഷം ഫാൽക്കൺ 9 റോക്കറ്റിന്റെ ബൂസ്റ്റർ ഭാഗം ലോഞ്ചിംഗ് പാഡിൽ തിരിച്ചിറക്കി. അതിന്റെ ദൃശ്യങ്ങളിലേക്ക്. Landing burn. Let's watch as Falcon 9 touches down on landing zone 1. Stage 2 SES. And the crowd here is excited to see Falcon 9 touch down on landing zone. ഇന്ത്യൻ സമയം ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ക്രൂ 10 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യും. മാർച്ച് 19 സുനിത വില്യംസും ബുച്ച് വിൽമോറും അടങ്ങുന്ന സംഘം ഭൂമിയിലേക്ക് മടങ്ങും എന്നുള്ളതാണ് പ്രതീക്ഷ. വിവരങ്ങളുമായി മനീഷ് ഐഷ മാത്യു ആണ് ഇപ്പോൾ സയൻസ് ഡെസ്കിൽ നിന്നും ചേരുന്നത്. മനീഷ്, വെറും 8 ദിവസത്തെ ദൗത്യത്തിനായി പോയതാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും. പക്ഷേ 9 മാസത്തിലധികമായി അവിടെ തുടരുന്നു. അവരുടെ തിരിച്ചുവരവാണ് ഈ സ്പേസ് എക്സിൻ്റെ പ്രധാനമായ ഒരു ലക്ഷ്യം. ക്രൂ 10ൻ്റെ പ്രധാന ലക്ഷ്യം അവരുടെ തിരിച്ചുവരവാണ്. ഇപ്പോഴത്തെ നടപടിക്രമങ്ങൾ എത്രത്തോളം വിജയകരം എന്ന് വിലയിരുത്താൻ കഴിയും? എന്തൊക്കെയാണ് പുറത്തേക്ക് വരുന്ന വാർത്തകൾ? ലക്ഷ്മി, ഈ ഒരു വിക്ഷേപണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ നടപടിക്രമങ്ങളും വിജയിച്ചു എന്നുള്ളത് തന്നെയാണ്. കാരണം ആ ഒരു വിക്ഷേപണം വിജയകരമായിരുന്നു. ഫാൽക്കൺ 9 എന്ന് പറയുന്ന റോക്കറ്റിൽ നിന്ന് ഇതുപോലെ തന്നെ ഈ ഡ്രാഗൺ പേടകം വേർപെട്ടിട്ടുണ്ട്. അത് ഇപ്പോൾ ബഹിരാകാശ നിലയം ലക്ഷ്യമാക്കി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 17,000 മൈൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഈ ഒരു പേടകം അതായത് ഞായറാഴ്ച രാവിലെ ഏകദേശം 9 മണിയോടുകൂടി തന്നെ ഈ ഒരു ബഹിരാകാശ നിലയവുമായി ചേർന്ന് ഡോക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ശാസ്ത്രലോകം പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ അതായത് ഏകദേശം ഒരു 28-29 മണിക്കൂറുകൾ കൊണ്ട് ഈ യാത്ര പൂർത്തീകരിച്ച് അവിടെ എത്താൻ കഴിയുമെന്നുള്ളതാണ് ശാസ്ത്രലോകത്തിൻ്റെ പ്രതീക്ഷ. എന്തായാലും അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ഇവിടെ നിന്ന് പോയിരിക്കുന്ന 4 സംഘം, അതായത് ഈ ബഹിരാകാശ നിലയത്തിലേക്ക് 6 മാസം കൂടുമ്പോൾ 4 സംഘത്തിനെ മാറ്റാറുണ്ട്. അത്തരത്തിൽ ഈ 4 സംഘം അവിടെ എത്തും. 4 സംഘത്തിൽ നിലവിലുള്ളത് ഈ 4 സംഘം അവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ഘട്ടം എന്ന നിലയ്ക്ക് അവർ അവിടെ എത്തും. എത്തിയതിനു ശേഷം ഈ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഈ ബഹിരാകാശ നിലയത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഈ ചുമതലകൾ ഏറ്റെടുത്തതിന് ശേഷമായിരിക്കും അവിടെ നിന്ന് സുനിത വില്യംസും അതുപോലെ തന്നെ അവർ അവിടെ നിന്നുള്ള ഈ 4 പേര് മടങ്ങിയെത്തുക. എന്തായാലും ആദ്യ ഘട്ടത്തിൽ ഇവിടെ നിന്നുള്ള വിക്ഷേപണം വിജയകരമായിരുന്നു. കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പാണ് ഈ ഒരു വിക്ഷേപണവുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ആ സാങ്കേതിക തടസ്സങ്ങൾ മൂലം ഇത് മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇന്ന് ഇന്ത്യൻ സമയം ഏകദേശം പുലർച്ചെ 4:33 വിക്ഷേപണം പൂർണ്ണ വിജയമാണ്. ആ പൂർണ്ണ വിജയത്തിൽ അതിൻ്റെ സഞ്ചാരപാതയിൽ അത് ശക്തമായി തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ വർഷം ജൂണിലാണ് ഇത്തരത്തിൽ 8 ദിവസത്തേക്കുള്ളൊരു പരീക്ഷണാർത്ഥമായിട്ടുള്ള ചില പരിശോധനകൾക്ക് വേണ്ടി ഇവർ അവിടെ എത്തുന്നത്. പക്ഷേ ഈ പോയ സ്റ്റാർലൈൻ്റെ പേടകത്തിന് ചില തകരാറുകൾ ഉണ്ടാവുകയും ഹീലിയം അടക്കം നഷ്ടമാകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. മാത്രമല്ല യന്ത്രത്തിനൊക്കെ ചില തകരാറുകൾ ഉണ്ടായതിനെ തുടർന്ന് അവർക്ക് അവിടെ നിന്ന് മടങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാകുന്നു. പക്ഷേ പലപ്പോഴായിട്ട് നാസ അവരെ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരില്ല, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ അപ്പോഴും ഈ സ്റ്റാർലൈൻ
സ്റ്റാർലൈൻ്റെ പേടകത്തിന് ചില തകരാറുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് അവരെ ഭൂമിയിലേക്ക് ആ പേടകത്തിൽ തന്നെ എത്തിക്കുക എന്നുള്ളത് ഒരു വെല്ലുവിളിയായിരുന്നു. കാരണം എന്തെങ്കിലും തരത്തിലുള്ള ജീവഹാനി ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അത്തരത്തിലുള്ളൊരു റിസ്കിലേക്ക് പോകാൻ നാസ തയ്യാറാവുന്നില്ല. പിന്നീട് സെപ്റ്റംബർ 7 ഈ പേടകം ആളില്ലാതെ തന്നെ ഭൂമിയിലേക്ക് തിരിച്ചിറക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും ഇവരെ മടക്കി കൊണ്ടുവരുന്നത് എങ്ങനെയെന്നുള്ളൊരു കാര്യത്തിൽ ഒരു ആശങ്ക നിലനിന്നിരുന്നു. അപ്പോഴാണ് ഈ 6 മാസം കൂടുമ്പോഴുള്ള ഈ സ്പേസ് എക്സിൻ്റെ ഈ മാറ്റം, അതായത് ഈ ഡ്രാഗൺ പേടകത്തിലുള്ള ഡ്രാഗൺ പേടകത്തിൽ ഇവരെ തിരിച്ചെത്തിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇപ്പോൾ നിലവിൽ അവിടെ ഉള്ളത് ക്രൂ 9 അംഗങ്ങളാണ്. അപ്പം അവർക്ക് പകരമായി ഇവിടുന്ന് ക്രൂ 10 ചെന്നെങ്കിൽ മാത്രമേ സുനിത വില്യംസിനെയും അവിടെ നിന്ന് മടക്കി കൊണ്ടുവരാൻ കഴിയൂ എന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഒടുവിൽ തീരുമാനിച്ച ശേഷം ഫെബ്രുവരി അവസാനത്തിലെങ്കിൽ എത്തിക്കാൻ കഴിയുമെന്നുള്ളതായിരുന്നു നാസയുടെ പ്രതീക്ഷ. പക്ഷേ അത് നീണ്ടുപോകുന്നു. ഒടുവിൽ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇവിടെ നിന്ന് വിക്ഷേപണം എല്ലാം തന്നെ സജ്ജമായി കഴിഞ്ഞതിൻ്റെ ഏറ്റവും അവസാനത്തെ 4 മണിക്കൂറിലാണ് ചില തകരാറുകൾ കണ്ടെത്തുന്നതും അതിന് ചേർന്ന് വീണ്ടും ഈ ഒരു യാത്ര വൈകുന്നത്. എന്തായാലും ഇപ്പം നിലവിൽ ഈ യാത്ര സുഗമമായി തന്നെ അവസാനിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ. ശാസ്ത്രലോകത്തിൻ്റെ പ്രതീക്ഷ പ്രകാരം ഇന്ത്യൻ സമയം ഞായറാഴ്ച 19-ാം തീയതി അവിടെ നിന്ന് മടക്ക യാത്രയ്ക്ക് ഒരു സാഹചര്യം ഒരുങ്ങുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ സുരക്ഷിതമായി സുനിത ഈ ഭൂമിയിലേക്ക് തിരിച്ചെത്തും. ഈ 9 മാസ കാലയളവിനിടയിൽ ബഹിരാകാശ നിലയത്ത് ഏറ്റവും അധികം സമയം ചെലവഴിച്ച വനിത എന്നുള്ള ലോക റെക്കോർഡും അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഇവരുടെ ആരോഗ്യമൊക്കെ സംബന്ധിച്ചുള്ള ചില ആശങ്കകൾ നിലനിൽക്കുകയാണ്. അവർ മടങ്ങിയെത്തും ആരോഗ്യത്തോടെ തന്നെ എന്നുള്ളതാണ് ശാസ്ത്രലോകത്തിൻ്റെ പ്രതീക്ഷ. തീർച്ചയായും അത് അങ്ങനെ തന്നെ ആവട്ടെ. മാർച്ച് 19 സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് മടങ്ങിയെത്തും എന്നുള്ളതാണ് പ്രതീക്ഷ. ഭൂമി എന്തായാലും ഇരുവരെയും കാത്തിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മനീഷ് ഐഷ മാത്യു.